ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ ബാക്കിയുണ്ട്. നിക്കി, എന്താടാ പ്ലാൻ? കണ്ടറിയാലേ. അപ്പം കമോൺ ഗൈസ്, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തായാലും റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുതിയ ഷൂ ഒക്കെ ഇട്ട് ഞാൻ ഇറങ്ങി. എവിടെയാ പോകാൻ വേണ്ടി പോണേ? എത്രയൊക്കെ ചോദിച്ചിട്ട് അവൻ പറയാൻ തയ്യാറായില്ല. പിന്നെ കണ്ണടയൊക്കെ വെച്ച് ഷോയൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ സ്ഥലം എത്തിയെന്ന് പറഞ്ഞു. ആഗ്രഹം സഫലമായി. ലാസ്റ്റ് ക്രൗൺ പ്ലാസിലേക്കാണ് ഗൈസ് വന്നത്. ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. 2-3 വട്ടം ക്രൗൺ പ്ലാസിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടും പോകാൻ പറ്റിയിട്ടില്ല. അവിടെ പോയ ഉടനെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ തുടങ്ങി. അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞ് മെയിൻ കോഴ്സ് എടുത്തു. ലാസ്റ്റ് എനിക്ക് പ്ലേറ്റ് ചെറുതായി പോയെന്നുള്ള വിഷമമായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഭക്ഷണം കിട്ടിയ പിന്നെ എന്നെ വേണ്ടല്ലോ. ഒരുപാട് വെറൈറ്റി ഫുഡും ഡെസേർട്ട്സും സ്റ്റാർട്ടേഴ്സും എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഡെസേർട്ട്സിൻ്റെ മാത്രം കൗണ്ടറാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. വിക്കി വെജ് ആയതുകൊണ്ട് വിക്കിക്കുള്ള എല്ലാം കിട്ടി. എനിക്ക് മെയിൻ ഡെസേർട്ടാണ്. അതൊക്കെ കഴിഞ്ഞടുത്ത പൂൾ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ പതിയെ അങ്ങോട്ട് ഇറങ്ങി. നല്ല സമാധാനമായ അന്തരീക്ഷമായിരുന്നു, അതുകൊണ്ട് ഒരു ശല്യവും ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് എൻട്രൻസ്. അങ്ങനെ ക്രൗൺ പ്ലാസയിൽ നിന്നും യാത്രയായി. ബാക്കി എന്താ നടന്നെന്ന് കാണണമെങ്കിൽ പാർട്ട് 2 നോക്കുക.